നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ചെമ്മീൻ ഉൽപ്പാദനത്തിൽ കേരളത്തിന് അനന്ത സാധ്യതകളുണ്ടെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എ ഷംസീർ. തലശ്ശേരി എരഞ്ഞോളിയിൽ ഗവൺമെന്റ് ഫിഷ് ഫാമിൽ വനാമി ചെമ്മീൻ കൃഷി വിളവെടുപ്പും മത്സ്യവിപണന കേന്ദ്രം ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. 1.4 ഹെക്ടർ വിസ്തൃതിയുള്ള കുളത്തിൽ ശാസ്ത്രീയമായ രീതിയിലാണ് ചെമ്മീൻ കൃഷി ആരംഭിച്ചത്. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന 9.7 ഹെക്ടർ ജലവിസ്തൃതിയിലുള്ള എരഞ്ഞോളി ഫിഷ് ഫാം 2012 വർഷം മുതലാണ് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. ഫാമിലെ 6 കുളങ്ങളിലായി പൂമീൻ, കരിമീൻ, നിരുത, തിരുത, കാളാഞ്ചി തുടങ്ങിയവ ഉൽപ്പാദിപ്പിച്ച് വരുന്നുണ്ടെങ്കിലും ഇപ്പോഴാണ് ശാസ്ത്രീയമായി മികച്ച രീതിയിൽ ചെമ്മീൻ കൃഷി ആരംഭിച്ചത്. വനാമി ചെമ്മീൻ കൃഷിയുടെ ആദ്യ വിളവെടുപ്പും പുതുതായി പണിത മത്സ്യവിപണന കേന്ദ്രത്തിലെ ഉദ്ഘാടനവുമാണ് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിച്ചത്. ചെമ്മീൻ ഉൽപാദനം ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങൾ കൈയടക്കുകയാണ്. കേരളത്തിൽ അനന്ത സാധ്യതകളുള്ള സംരംഭമാണിത്. ലോകത്തെമ്പാടും കയറ്റുമതി നടക്കും. വടക്കുംപാട് കാളിയിൽ ഇത്തരമൊരു ചെമ്മീൻ സംരംഭം ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് സർക്കാരെന്നും സ്പീക്കർ പറഞ്ഞു. ഇങ്ങനെ ആന്ധ്രയിലേക്കും മറ്റും ചെമ്മീൻ ഉൽപാദനത്തിന്റെ കേന്ദ്രങ്ങൾ മാറുന്നു. അത് സാമ്പത്തികമായി വലിയ പ്രയാസം ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. വലിയ ഫിഷ് എക്സ്പോർട്ടേഴ്സ് ആണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ചോദിച്ചു എന്താ കാരണം, നമുക്ക് സ്ഥലമില്ല. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ നിങ്ങൾ വാ, ഞങ്ങളുടെ തലശ്ശേരി മണ്ഡലത്തിലെ എരഞ്ഞോളിയിൽ വടക്കുംപാട് കാളിയുണ്ട്, അവിടെ നമുക്ക് വേണം ഉൽപ്പാദിപ്പിക്കാം. 25 ഏക്കർ. കാരണം ചെമ്മീൻ ഉൽപാദന കേന്ദ്രം കേരളത്തിൽ നിന്ന് മാറുന്നു. ചെമ്മീൻ ഉൽപ്പാദിപ്പിക്കാൻ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ സ്ഥലമുണ്ട്, ഞങ്ങൾ തരാം. അവരുമായി ആദ്യ റൗണ്ട് ചർച്ച ഞങ്ങൾ നടത്തി. തുടർന്ന് ബജറ്റിന് ശേഷം അവർ വന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ ഉൽപാദനം കേരളത്തിന്റെ പുറത്ത് ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങൾ കൈയടക്കുന്നു. അതുകൊണ്ട് ഇവിടുത്തെ ഫോക്കസ് അത് തന്നെയായിരിക്കണം, ചെമ്മീൻ കൃഷി തന്നെയായിരിക്കണം പ്രോത്സാഹനം കൊടുക്കേണ്ടത്. പിന്നെ ഭൂമിയെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ഈ ചെമ്മീൻ ഉൽപാദനത്തിന് വേണ്ടി ഇപ്പോൾ ഡി കുളത്തിൽ നിന്ന് ഞങ്ങൾ ചെമ്മീൻ പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ചെമ്മീൻ ഉൽപാദനത്തിന് വേണ്ടിയുള്ള ശ്രദ്ധ നല്ലതുപോലെ, കാരണം ലോകത്തെമ്പാടും എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫിഷാണ് ചെമ്മീൻ. അത് ആ രീതിയിൽ തന്നെ ഇതിന്റെ അധികൃതർ, ഇതിന്റെ ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷ അധ്യക്ഷത വഹിച്ചു. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P ബിജു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KD മഞ്ജുഷ, RL സംഗീത, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുശീൽ ചന്ദ്രോത്ത്, M ബാലൻ, കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ R ജുഗുനു, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് AK രമ്യ, T ഷഫീർ എന്നിവർ സംസാരിച്ചു. അഡാക്ക് എക്സിക്യൂട്ടീവ് റീജിയണൽ M ചിത്ര സ്വാഗതവും ഫാം ടെക്നീഷ്യൻ MP അശ്വതി നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.